എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിഗാർഡിൻ്റെ വോൾട്ടേജ് സ്റ്റെബിലൈസറാണ്. ഇത് നമ്മുടെ ACക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വിഗാർഡിൻ്റെ വോൾട്ടേജ് സ്റ്റെബിലൈസർ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഔട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഔട്ടില്ല. ഇവിടെ നമുക്ക് ഇവിടെ ലൈറ്റ് കത്തുന്നതിൻ്റെ ഈ ഔട്ട്പുട്ട് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ റെഡ് കത്തി കിടന്നു കഴിഞ്ഞാൽ കട്ട് ഓഫും, ഗ്രീൻ കത്തിയാൽ ഗ്രീൻ LED കത്തിക്കഴിഞ്ഞാൽ നോർമലും എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ റെഡ് ലൈറ്റാണ് കത്തി കിടക്കുന്നത്. ഞാൻ ഇത് ഓൺ ചെയ്തിടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഓൺ ചെയ്തിട്ട് ഏകദേശം ഒരു 6-7 മിനിറ്റായി, എന്നിട്ടും ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടില്ല. നമുക്ക് അത്രയും ഒരു ഡിലേ പാടില്ല. മാക്സിമം 3 മിനിറ്റിനുള്ളിൽ ഇത് ഈ ഒരു സ്റ്റെബിലൈസർ ഓൺ ആകണം. പക്ഷേ ഇത് ഓൺ ആകുന്നില്ല. ഇതിനകത്ത് ഇൻസ്റ്റൻറ്റ് സ്റ്റാർട്ടും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് ഇൻസ്റ്റൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് അഴിച്ച് ഓൺ ബോർഡിൽ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇല്ലാത്തത് തന്നെയാണ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം ഇത് ഓൺ ചെയ്തിട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇത് ഔട്ട്പുട്ട് തരാത്തതെന്നും അതിന് എന്താണ് നമുക്ക് അതിന് ബോർഡിൽ ചെയ്യേണ്ട റിപ്പയറിങ് കാര്യങ്ങളൊക്കെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഇത് വളരെ ഇതിൻ്റെ ബോഡിയും കണ്ടീഷനൊക്കെ വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിതൊന്ന് ഇളക്കി എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. കാര്യം ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ നല്ല തുരുമ്പെടുത്തിട്ടാണ് ഇരുന്നത്. ഇത് അപ്പോൾ ഔട്ട് സൈഡിലിരുന്ന ഒരു സ്റ്റെബിലൈസറാണിത്. അതുകൊണ്ടിട്ടിട്ട് ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ എല്ലാം തുരുമ്പെടുത്ത് പോയിരുന്നു. അതായത് ഇച്ചിരി സമയമെടുത്ത് പതുക്കെ അഴിച്ചെടുത്തത്. അതുകൊണ്ട് എൻ്റെ ഈ നെറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഈ നെറ്റ് വളരെ മോശം കണ്ടീഷനിൽ ഇത് ഒത്തിരി അഴിച്ചെടുക്കാൻ പാടായിരുന്നു. പക്ഷെ നോർമലി ഞാനത് അഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് പുറത്തിരുന്നുകൊണ്ട് തന്നെ വളരെ പൊടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു ഫ്രണ്ട് പാനലിൽ നിന്ന് ഡിസ്പ്ലേ ബോർഡിൽ അഴിച്ചെടുക്കണം. ഈ ഫ്രണ്ട് പാനലിൽ നിന്ന് ഈ ഡിസ്പ്ലേ ബോർഡ് ആദ്യം നിന്ന് അഴിച്ചെടുക്കാം. ഇത് മൊത്തവും നല്ല രീതിയിൽ പക്ഷിയുടെയൊക്കെ കാഷ്ടങ്ങളൊക്കെ വീണ് വൃത്തികേടായിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ബ്രഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു. നമ്മുടെ ഈ ഒരു കപ്പാസിറ്റർ, അതായത് നമ്മുടെ മെയിൻ ഫിൽട്ടർ ഗ്യാപ്പിൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിരുന്ന അതേ ഒരു കംപ്ലൈൻറ്റ് തന്നെയാണ് ഇതിലും വരാൻ സാധ്യത. കാര്യം ഈ ഒരു കപ്പാസിറ്റർ ബൾജായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ ഒരു കപ്പാസിറ്റർ ബൾജായിരിക്കുന്നത്. അതായത് ഈ ഒരു കപ്പാസിറ്റർ വീക്കായത് കൊണ്ടിട്ട് ഇത് പ്രോപ്പറായിട്ട് അതിൻ്റെ ആ വോൾട്ടേജ് ഡിവിഷനൊന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഈ ഒരു കപ്പാസിറ്റർ കാരണം കറക്റ്റ് ഒരു വോൾട്ടേജ് ഇതിൽ സ്റ്റോർ ആവത്തില്ല. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് ഇതിനകത്തുനിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അത് ഈ ബോർഡൊന്ന് ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കണം. ഇതിൻ്റെ ഈ കപ്പാസിറ്ററിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. ഓക്കെ, കപ്പാസിറ്റർ അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ 40 വോൾട്ട് 470 UF ഇതുണ്ടല്ലോ. കറക്റ്റായിട്ട് ആ ഒരു കപ്പാസിറ്റർ ബൾജായിട്ട് നിൽപ്പുണ്ട്. ഇതിൻ്റെ കമ്പയറേറ്റ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അതായത് ഇത് ബൾജായിപ്പോയി. അപ്പോൾ നമുക്ക് ഇപ്പോൾ 40 വരെ ഒരു 35 വോൾട്ട് 470 UFൻ്റെ ഈ ഒരു കപ്പാസിറ്റർ നമുക്കിതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം.
ഓക്കെ, അപ്പോൾ ബൾജായിട്ട് നിന്നിട്ടുള്ള ആ ഒരു കപ്പാസിറ്റർ ഞാൻ അതിനകത്തുനിന്ന് മാറി. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഗ്രീൻ ലൈറ്റ്, ഔട്ട്പുട്ട് വരുന്ന ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ കണ്ടല്ലോ ഗ്രീൻ ഔട്ട്പുട്ട് വന്നു. നേരത്തെ ഞാൻ എത്ര നേരം ഓൺ ചെയ്തിട്ടും ഈ ഒരു ഗ്രീൻ ലൈറ്റ് ഇതിനകത്തുനിന്ന് കത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു കപ്പാസിറ്റർ തന്നെയായിരുന്നു ഇതിലും പ്രോബ്ലം. ഒട്ടുമിക്കതിലും ആ ഒരു കപ്പാസിറ്ററിൻ്റെ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അത് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോയിലും ഇതിനെക്കുറിച്ച് തന്നെയാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. നമ്മളെപ്പോഴും ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കപ്പാസിറ്റർ ഫുൾ ടൈം ഓണായി കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വീക്കായി പോകാനുള്ള സാധ്യത ഇതിന് കൂടുതലാണ്. ഇനി ഔട്ട്പുട്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം, ഔട്ട്പുട്ട് വരുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സീരിയൽ വാൾവിൻ്റെ കണക്ഷൻ കൊടുത്തു ഔട്ട്പുട്ടിൽ. അപ്പോൾ അത് കത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റെബിലൈസറിൻ്റെ പ്രോബ്ലം നമ്മൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും കൂടുതലും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ വാല്യൂ, അതിന് വരുന്ന ആ വോൾട്ടേജ് കാര്യങ്ങൾ. ഇതിൽ അത് നമ്മൾ കൂടുതലായിട്ട് ചെക്ക് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഒട്ടുമിക്ക സ്റ്റെബിലൈസറിൻ്റെയും കംപ്ലൈൻറ്റ് നമുക്ക് തീർക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.